പെറ്റ്സ് മാർക്കറ്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നാട്ടിലത്തെ പെറ്റ്സ് മാർക്കറ്റും ദുബായിലുള്ള പെറ്റ്സ് മാർക്കറ്റും തമ്മിലുള്ള മാറ്റം എന്താണെന്ന് നമുക്കറിയാം. ഇനി മുതൽ അതായത് നാട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് ദുബായിലുള്ള പെറ്റ്സുകളെ കാണാൻ നമ്മളിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കും. അപ്പോൾ കൂടുതലായിട്ട് പെറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്, ഏതൊക്കെ പെറ്റ്സാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈവനിങ്ങിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് നമ്മൾ പെറ്റ്സ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. കിടിലം വ്യൂ. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഈവനിങ് ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ മോർണിംഗിൽ ആളുകൾ എന്ത് ചെയ്യും, പെറ്റ്സിനെ അവരെ വാക്കിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും ഡോഗ്സ്. അതുപോലെ ഡോഗ്സ് മാത്രമല്ല കേട്ടോ, ഒരുപാട് പെറ്റ്സ് ഇതുപോലെ സെയിലിങ്ങിന് കൊണ്ടുവരണാവും അല്ലേ. ഷോപ്പിൻ്റെ ആളുകൾ കസ്റ്റമർ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കയ്യിലുള്ള ഡോഗ്സിനെ പുറത്ത് കൊടുന്നിട്ട് കളിപ്പിക്കുന്ന കേട്ടോ. ഇങ്ങനെയാണ് ആൾക്കാർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ആവുക. ഈ ലേഡീനെ നമ്മൾ യാദർശികമായിട്ട് കണ്ടതാട്ടോ അന്ന്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ആളെന്ത് ചെയ്തു, ഡോഗിനൊന്ന് നിർത്തിയിട്ട് നമ്മളടിയിൽ നിന്ന് കുറേ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. സെയിലൊന്നുമല്ല, ഇവരെ ജസ്റ്റ് വാക്കിങ്ങിനായിട്ട് കൊടുന്നതാണ്. അപ്പോൾ നമ്മളടിയിൽ നിന്ന് ജസ്റ്റ് അവരെ കളിപ്പിക്കുക എന്നുള്ളതിൽ നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആൾ കുറേ ട്രൈ ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് ആ ഡോഗ് എണീറ്റ് നിൽക്കാനാണ് പറയണത്. ആൾ ചൈന എന്തോ ആണ്, ബട്ട് എണീറ്റ് നിൽക്കാൻ കുറേ പറഞ്ഞപ്പോൾ ആ ഡോഗ് നിൽക്കാഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങളോട് സോറിയും പറഞ്ഞു കേട്ടോ. കണ്ട, അപ്പം നമ്മളോട് സോറിയും പറഞ്ഞു ആള്. അതായത് ആ എണീറ്റ് നിൽക്കണില്ല എന്ന് കണ്ടപ്പോൾ, അതായത് ആ ഒരു ടൈമിൽ ആൾ നിന്നില്ല. ഇതൊരു സെയിൽ ചെയ്യുന്ന ടീമാണ്. ഇവരൊക്കെ കസ്റ്റമർക്ക് ഹാൻഡ്ലിങ്ങിനും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ അവരെ കൂടുതൽ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും പിന്നെ ഒരുപാട് ഡോഗ്സ് ട്രിം ചെയ്തിട്ടതാണ് കൂടുതൽ ഡോഗ്സിന്. ചൂടല്ല, തണുപ്പാണ്, പക്ഷെ ഷോപ്പായതുകൊണ്ടായിരിക്കാം ട്രിം ചെയ്തിട്ടതാണ് കൂടുതൽ ഡോഗ്സിന്. പിന്നെ അവർ ഓരോരോ കേജും സെറ്റപ്പ് ചെയ്തത് ഭയങ്കരമായിട്ട്, അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അവരെ കറക്റ്റ് കാണുമ്പോൾ നല്ല രസത്തിൽ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിക്കാണ് ഇവർ ഓരോരോ കേജും സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് കേട്ടോ. ആര് വന്നു കഴിഞ്ഞാലും പിന്നെ എല്ലാവർക്കും കാണും ചെയ്യുക, എന്നാൽ വല്ലാതെ കയ്യിൽ തൊടണ്ട. പിന്നെ അവർ സാനിറ്റൈസർ കാര്യങ്ങളൊക്കെ എല്ലാ ഷോപ്പിലും വെച്ചിട്ടുണ്ടാവും. ഈ സാനിറ്റൈസർ കാര്യങ്ങൾ അവരവിടെ വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒരു ഷോപ്പിൽ നിന്ന് അടുത്ത ഷോപ്പ് കയറിയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർക്കൊന്നും പറ്റാതിരിക്കാനാട്ടാ. കാരണം ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എല്ലാ പെറ്റ്സിനെയും ട്രെയിനിങ് ആയതുകൊണ്ടോ എന്താണെന്നറിയില്ല, എല്ലാവർക്കും നമ്മളെ കാണുമ്പോൾ തന്നെ അവർ ഭയങ്കരമായിട്ട് അറ്റാച്ചുള്ള പോലെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര നല്ല ഫ്രണ്ട്ലി. അപ്പോൾ ആർക്കായാലും ഇപ്പോൾ നമുക്കായാലൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ നല്ല രസമുള്ളത്, അതായത് ചെറിയ ടൈപ്പാട്ടോ. നല്ല അഗ്രസീവ് ഡോഗ്സ് ഒന്നുമല്ല, നല്ല ഫാൻസി ടൈപ്പ് ഡോഗ്സാണ് കൂടുതലും എല്ലാ ഷോപ്പിലും അവർ സെയിലിന് വെച്ചിട്ടുള്ളതൊക്കെ. ഡാഷിൻ്റെ ഈ കളറൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, അവർക്ക് പറ്റിയതിന് നോക്കുന്നുണ്ട്, കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവരും വീട്ടിൽ ബ്രീഡ് ചെയ്യിച്ചിട്ട് സെയിലിനുള്ളത് ഇവിടെ കൊടുന്നിടുന്നതെന്ന് തോന്നുന്നുണ്ട്. അതായത് ഓരോരോ സെയിൽ ചെയ്യുന്ന ആൾക്കാർ അവർ കച്ചവടം മാത്രമല്ല ബ്രീഡർമാരായിട്ടുണ്ട് നമ്മൾ സംസാരിച്ചപ്പോൾ. പിന്നെ കുറേ ഷോപ്പിൽ ഇതുപോലെ സെയിൽ ചെയ്യുന്നതിൽ തന്നെ ഗ്രൂമിങ് കാര്യങ്ങൾ എല്ലാതുമായിട്ട് അതും അവർ ചെയ്യുന്നുണ്ട്. പിന്നെ വാങ്ങിക്കഴിഞ്ഞാൽ ബാക്കിൽ വരുന്നത് അവർക്കുള്ള ടു സെഡ് പിന്നെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും സപ്പോർട്ടൊക്കെ അവരെ ഭാഗത്തുനിന്ന് തരുന്നുണ്ട്. ഇതൊക്കെ നോക്ക്, നല്ല പാറ്റേൺ, നല്ല രസമുള്ള, കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാതും ഒന്നിനൊന്നിനും മെച്ചം. അതായത് കളറായാലും പിന്നെ ഒക്കെ ചെറിയ ഡോഗ്സുകൾ മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഹെവി സൈസ് ഏതും ഞാനവിടെ കണ്ടില്ല. പുറത്ത് ആളുകൾ നടത്താൻ കൊണ്ടുവരുന്നല്ലാതെ, അതായത് വാക്കിങ്ങിനും കാര്യങ്ങളായിട്ട് കൊണ്ടുവരുന്നല്ലാതെ. പക്ഷെ പൊതുവെ ഈ മാർക്കറ്റിൽ കാണാൻ രസമുള്ള ഡോഗ്സുകൾ, അതായത് ചെറിയ നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ റൂമിലായിട്ട് ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡോഗ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഹെവി നമ്മൾ അഗ്രസീവ് ഇപ്പോൾ റോഡ് വീലർ, ഷെപ്പേർഡ് പോലത്തെ ഡോഗ്സിനൊന്നും ഞാനവിടെ കണ്ടിട്ടില്ല. ആക്റ്റീവൊക്കെ കൂടുതൽ ഇവരിവിടെ അഗ്രസീവ് അല്ലാത്ത പെറ്റ്സായിട്ട് വളർത്താൻ പറ്റിയ, അതായത് ചെറിയ ബ്രീഡുകളാണ് ഇവരിവിടെ കീപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ.
വേറല്ലേ കൂടുതൽ അവൈലബിൾ ആയതുകൊണ്ടല്ലോ മണ്ട. എടാ അതായത് എന്താ ക്യൂട്ടില്ലേ കാണാന്, പക്ഷെ കുറെ ട്രിം ചെയ്തിട്ടതാട്ടാ. ഓക്കെ ജെ മെയിൻ്റനൻസ് ഈസി ആക്കാനാവും. ഗോൾഡൻ റിട്രീവർ. Excuse me? Yeah, Pomeranian. Is that the only one you have there? What old is it? Any more? ലുക്കല്ലേ. ഓ വില്ലൻ ഇതാ വില്ലൻ വില്ലൻ. ഓ അതിന്റെ ഫേസ് നോക്കാം ബാക്കിലുള്ളിന്റെ ഒരു ടെറർ ലുക്ക് ഉണ്ടാ. ഓഫ് മോനെ ഏതാ സാധനം. പക്ഷേ ഓ ക്യാമറ ക്ലാറ്റ് പൊളിച്ചിട്ടു. ഓ അവൻ്റെ ഫേസും എടുക്കണ്ടല്ലോ അവനെ. പൂച്ച ഫേസ് തരുന്നില്ലല്ലേ. ഡോഗ് മാത്രല്ല കേട്ടാ, ക്യാറ്റും ഉണ്ട്. ക്യാറ്റ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നല്ല നല്ല രസമുള്ള ഒരുപാട് ക്യാറ്റുകളും പിന്നെ മാർക്കറ്റിലുണ്ട്. പിന്നെ പല തരത്തിൽ പല ടൈപ്പിൽ. പക്ഷെ കൂടുതലും ഇവർ ഡോഗ്സിനായാലും കൂടുതൽ പിന്നെ ഹെയർ ഉള്ളതിനെ കൂടുതലും ട്രിം ചെയ്തിട്ടാണ് അവിടെ ഇട്ടിട്ടുള്ളത്. മെയിൻ്റനൻസ് പ്രശ്നമായതുകൊണ്ടായിരിക്കാം. ചിലതൊക്കെ കൂടുതലും ചില ഷോപ്പുകളിൽ ട്രിം ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഹ്യൂജ് സൈസ് ഉണ്ട്. സാധാരണ നോർമൽ കാറ്റിലേറെ ഭയങ്കര സൈസാണ് കാണിക്കണേ. ഏതാണ് ബ്രീഡ് എന്ന് അറിയില്ല. നല്ല പ്രിന്റില്ലേ. ഈ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കൂടുതൽ അലയുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റ്സുകൾക്ക് അസുഖം കാര്യങ്ങളൊക്കെ വരും എന്നുള്ള രീതിക്ക് ഇവർ അത്രയും ഹൈജീനിക് ആയിട്ടാണ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നത് വളർത്തുന്നത്.
നിർത്തുന്നത്. ബാക്കിൽ ആളാണ്. അപ്പോൾ റാഷിയ ഫെസൻ്റ് ആണ് തോന്നുന്നുണ്ട്, ഏതാണ് ഐറ്റം എന്നറിയില്ല. അപ്പോൾ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞു തരിട്ടോ ഇത് ഏതാണ് ബ്രീഡ്, ഏതാണ് കളർ എന്നുള്ളത്. ഫെസൻ്റ് വർഗത്തിൽ പെട്ട തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ അറിയുന്ന ആൾക്കാരൊന്ന് പറഞ്ഞു തരിക. ഇത് ഫെസൻ്റ് ആണ്, ഗോൾഡൻ ഫെസൻ്റ് ആണ്. എപ്പോഴും ഫെസൻ്റ് ആയാലും ഏത് മൃഗത്തിലായാലും ആണുങ്ങളായിരിക്കും കാണാൻ ഭംഗി കൂടുതൽ. അതുകൊണ്ട് തന്നെ ആ ഗോൾഡൻ കളറാണ് മെയില്. ഇത് വന്നിട്ടുള്ളത് ഫീമെയിലാണ്. അത് എപ്പോൾ ശ്രദ്ധിച്ചൊക്കെ ഈ മയില്, സിംഹം, ഏതൊരു മൃഗത്തിലായി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവും ഇതും മെയിലായിരിക്കും. പെണ്ണുങ്ങളാന്ന് പറയാം, അത് മോഡിഫൈ ചെയ്യണോണ്ടാ. പക്ഷെ ശരിക്ക് നാച്ചുറലി മെയിൽസ് ആണ്. കാരണം എന്താ വെച്ചാൽ ബോയ്സ് അതല്ല ബോയ്സ് അധികം മേക്കപ്പ് ചെയ്യാത്തത്. എൻ്റെ മുഖം കണ്ടിട്ടായിരിക്കും നല്ല പരിചയം ഉണ്ടാ. നമ്മളെ നാട്ടിലത്തെ റിംഗ് നെക്കിൻ്റെ ബ്ലൂ കളറാട്ടത്. നമ്മൾ പൊതുവേ ഗ്രീൻ ആയിട്ടാണ് കൂടുതലും നാട്ടിൽ കണ്ടിട്ടുള്ളത്. ഞാൻ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് ഇതിൻ്റെ യെല്ലോ ഉണ്ട്, ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് ഇവിടെ. ഞാനും ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് കണ്ടു തുടങ്ങിയത്. പറഞ്ഞിട്ട് പറ്റില്ല. ബാക്കിലുള്ള ആസാമി തത്ത എന്ന് പറയുന്ന തത്ത. നമ്മുടെ നാട്ടിലൊക്കെ ആസാമി തത്ത എന്നാ പറയാം. നാട്ടിൽ സെല്ല് ചെയ്യാൻ അലൗഡ് അല്ല, ഇല്ലീഗലാണ്. പിന്നെ ഇത് കൊക്കറ്റോസ് ആണ്. കുറേ ഉണ്ട്. മൊളൂക്കൻ കൊക്കറ്റോ, അംബർല കൊക്കറ്റോ, ഗ്രേ പാരറ്റ്, ഗാല കൊക്കറ്റോ. അതിൻ്റെ ബാക്കിൽ അതാ ഗ്രേ പാരറ്റ്സ്, മെക്കാവോസ്, ബ്ലൂ ആൻഡ് ഗോൾഡ് മെക്കാവോ. ബേർഡ്സൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ആയിട്ടില്ല. കൊക്കറ്റോ ആണത്. പാരറ്റ്സ്, ഗാല കൊക്കറ്റോ. ഓ അതിൻ്റെ ഉള്ളിലൊക്കെ കേട്ടോ. നമ്മൾ പെറ്റ്സിനെ ഇവിടെ അവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറകിൽ ടാപ്പ് അടിച്ചിട്ട് ഇതുപോലെയാണ് കസ്റ്റമർക്ക് എന്ത് ചെയ്യുക, കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ബേർഡ്സും അവരങ്ങനെ തന്നെയാണ്. ഈ ടേംഡ് ആയിട്ടുള്ളതിനൊക്കെ ഇവരിങ്ങനെ തന്നെ ചെയ്യുക. ടേംഡ് അല്ലാത്തതിനാണ് അവരെന്ത് ചെയ്യുക. പിന്നെ കൂടുതലായിട്ട് ഇവർ ആളുകളെ അടുപ്പിക്കൂല. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ സന്ദർശകരും കാര്യങ്ങളും വല്ല ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ, കാരണം ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള ബേർഡ്സുകളാണൊക്കെ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സന്ദർശകരും കാര്യങ്ങളും. പിന്നെ എല്ലാ ഷോപ്പിലും ഇവിടെ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാനിറ്റൈസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുള്ളൂ, ഹാൻഡ് ഇട്ടൊക്കെ. അത് രസമുണ്ടല്ലേ, കുഴപ്പമില്ല.
അതിൻ്റെ ബാക്കിലുള്ള തന്നെ റെഡ്. മെക്കാവോസൊക്കെ പല കളറിൽ വില അവൈലബിൾ ആണ് കേട്ടോ. അത് ബേർഡ്സിന് വേണ്ട ഫീഡ് ആക്സസറീസ് ഒക്കെ കേട്ടോ. അതായത് പിന്നെ ഒരു കമ്പനീൻ്റെ പ്രൊഡക്റ്റുകളാണിത്. ഇതിൽ ഫുഡുണ്ട്, മിനറൽസ്, ഗ്രിറ്റുകളുണ്ട്, ബേർഡ്സിന് വേണ്ട ആക്സസറീസ് ഉണ്ട്, ക്ലീനിങ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് ബ്രാൻഡ് നെയിം എന്ന് പറയണത് ഫോൾസ്ക, MDM ഫോൾസ്ക എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ഗ്രിറ്റാണ്. വെള്ളം വെച്ചെടുക്കണ എന്തിനാ അറിയാം? ഹ്യൂമിഡിറ്റിക്കാണ്. ഇതിൽ നമ്മളെ നാട്ടിൽ സെയിൽ ചെയ്യാനൊക്കെ അലൗഡ് ആട്ടത്. നമ്മുടെ നാട്ടിൽ കുറേ ബ്രീഡേഴ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ബ്രീഡ് ചെയ്യിക്കുന്ന ആളുകൾ വരെ ഉണ്ട്. പക്ഷെ ഇവിടെ നാട്ടിൽ കോമൺ ആയിട്ട് ഒരേ പാറ്റേണൊക്കെ കണ്ടിട്ടുള്ളൂ. ഇവിടെ നല്ല വെറൈറ്റി കളേഴ്സ് അവൈലബിൾ ആണ്. ഇവിടുന്ന് നാട്ടിലേക്കൊക്കെ കൊണ്ടുപോകട്ടെ, എല്ലാവർക്കും വന്ന് പർച്ചേസ് ചെയ്തിട്ട്. ഇതൊക്കെ ശരിക്കും മാർബിൾ അല്ലേ, പ്രിൻ്റ് അടിച്ച് വരുന്ന മാതിരി. ഏതാ രസമല്ലേ കാണാൻ, അല്ലാതെ കാണാനുള്ള ഒരു ഭംഗിയൊക്കെ ചെയ്യും. അങ്ങനെ ഉണ്ട്. ഓ ഏതാ കളറ്, മാർബിളിൻ്റെ കളറ്. ഓ ഏതാ പാറ്റേൺ അല്ലേ. ഇതൊക്കെ നാട്ടിൽ അലൗഡ് ആട്ടോ വളർത്താൻ. നാട്ടിൽ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇതിൽ ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ കയറി കാണാം. ചെറിയ പാമ്പിൻ്റെ കുട്ടിയൊക്കെ ലെങ്ത് കയറണം കേട്ടോ. കയറി പോടാ. അതാ ഡ്രാഗൺ.
നക്ഷത്രാമുണ്ട് കേട്ടോ. പ്രിന്റ് ടൈൽസിന്റെ മാതിരി ഉണ്ടല്ലേ. ഇതാ പൈത്തൺസ്, ഇതാ പാമ്പുകളാണ്. അല്ലല്ല കട തോന്നുന്നുണ്ട് കേട്ടോ. ലോക്കൽസ് ആണെന്നറിയാം. ഇതട്ടാ കളിക്കണൊരു പാവാച്ചി കുട്ടി മാതിരി ആരെയും കണ്ട? എന്താന്ന് മനസ്സിലായ ആൾക്കാർ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യട്ടെ എന്താന്നുള്ളത്. എത്ര ആൾക്കാർ നോക്കട്ടെ. ഇത് നമ്മളെ പണ്ടത്തെ മത്സരക്കാരിട്ടാ, മത്സരത്തിന് പ്രിപ്പയർ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വല്ല മത്സരം നമ്മൾ സംഘടിപ്പിക്കുന്നതാണ്. എന്താ പറയാ, നമ്മൾ ദുബായിൽ പെറ്റ്സ് മാർക്കറ്റിൽ പോയപ്പോൾ യാദൃശ്ചികമായിട്ട് കണ്ടതാട്ടോ DRPC1. അതായത് നമ്മൾ ദുബായ് റേസിംഗ് പീജിയൻ ക്ലബിന്റെ റേസിനുള്ള സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആള് നമ്മളെ ദൂരത്തുനിന്ന് കണ്ട പാടന്നെ വിളിച്ചു, എവിടെ നാട്ടിലെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അടുത്ത് വന്നിട്ട് കുറെ കാര്യങ്ങൾ, അപ്പൊ അവരിവിടെ ടാഗ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റേസിംഗ് ഓമറിന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഫാൻസി പീജിയൻ ചെയ്യുന്ന ആളാന്നൊക്കെ പറഞ്ഞിട്ട് ആളോട് സംസാരിച്ചപ്പോ ആള് കുറെ ഡീറ്റെയിൽസ് പറഞ്ഞു. ബേർഡിന് വേണമെങ്കിൽ ഇവിടെ വളർത്തുക അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഫ്ലാറ്റിൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത് 200 കിലോമീറ്ററിന്റെ റേസ് ആയിരുന്നു. അതായത് അബുദാബിന്നാണ് അവര് പിന്നെ പറത്തി വിടുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ റേസിംഗ് ഓമർ കമ്പുള്ള ഒരുപാട് ടീമുണ്ട്. അപ്പോൾ അവർ നല്ല രീതിക്ക് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ യാദർശികമായിട്ട് കണ്ടപ്പോൾ ആളോട് കുറച്ച് നേരം സംസാരിച്ചു അതിനെപ്പറ്റി. അപ്പോൾ ആൾ അതിനെക്കുറിച്ച് അവരെ ക്ലബിനെ കുറിച്ച് കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽസുകൾ പറഞ്ഞു തന്നു. നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് ഒരു ദിവസം ചെല്ലാൻ. ആൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഞാൻ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നുണ്ട്. ആളെടുത്ത് പോയിട്ട് അവരെ ലോഫ്റ്റ് പോയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, വീഡിയോസ് ചെയ്യാം. ഇവിടെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ്. അതിലൊരു സെക്ഷൻ മാത്രമാണിത്. ഇതിൽ പെറ്റ്സിൻ്റെ ഷോപ്പുകളുണ്ട്, പിന്നെ ഫീഡിൻ്റെതുണ്ട്, ആക്സസറീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവർ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോരോ ഷോപ്പുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കയറിയിട്ട് കാണാം.